Hey guys, welcome back to my channel. നമ്മൾ കുറേ ദിവസം വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാത്തത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്നൊരു കമന്റ് ആണ് ഹിസ്റ്ററി കളക്ഷൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാവും എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഹിസ്റ്ററി കളക്ഷനെ പറ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് വേണ്ടത് ഹിസ്റ്ററി കളക്ഷനും വൈറ്റൽ സയൻസും ബെഡ് മേക്കിംഗ് ആണ്. അതിൽ ഹിസ്റ്ററി കളക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പേഷ്യൻ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ ചീഫ് കംപ്ലയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതേണ്ട രീതി എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ട് പേഷ്യൻ്റെ പേര് എഴുതുക. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിസ്സസ് സ്നേഹ, പിന്നെ ഏജ് 48 years ഓൾഡ്, ഗോഡ് അഡ്മിറ്റഡ് ഇൻ, നിങ്ങൾ ഏത് ഹോസ്പിറ്റലാണ് പോസ്റ്റിങ്ങിന് പോകുന്നത് ആ ഹോസ്പിറ്റൽ എഴുതുക. അത് കഴിഞ്ഞിട്ട് ഓൺ ഇന്ന ഹോസ്പിറ്റലിൽ എഴുതിയിട്ട് ഓൺ ഏത് ദിവസമാണ് അഡ്മിറ്റ് ആയെന്ന് എഴുതുക. ഇപ്പം 28/1/2025 ആണെങ്കിൽ അത് എഴുതുക. അത് കഴിഞ്ഞിട്ട് വിത്ത് ദ ചീഫ് കംപ്ലയിൻറ്റ്സ് ഓഫ് എന്ത് കാരണങ്ങളിലാണ് പേഷ്യൻ്റ് അഡ്മിറ്റ് ആയെന്ന് എഴുതണം. ഇപ്പം പേഷ്യൻറ്റിന് ഇപ്പം COPD കേസ് എങ്കിൽ പേഷ്യൻറ്റിന് വീസിങ്, ചെസ്റ്റ് പെയിന്, എന്താ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, കഫ്, കോൾഡ് എന്നൊക്കെ എഴുതിയിട്ട് സിൻസ് എത്ര നാളായിട്ടുണ്ട്, അതായത് സിൻസ് 1 week എങ്കിൽ 1 week, 2 weeks എങ്കിൽ 2 weeks എത്രയാണെന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഡീറ്റെയിൽഡ് ഹിസ്റ്ററി കളക്ഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻ, പിന്നെ ലാബ് ഇൻവെസ്റ്റിഗേഷൻ. ലാബ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ COPD ഒക്കെ ആണെങ്കിൽ ചെസ്റ്റ് എക്സ്റേ ഒക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എഴുതുക. ആഫ്റ്റർ ഡീറ്റെയിൽഡ് ഹിസ്റ്ററി കളക്ഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻ ആൻഡ് ലാബ് ഇൻവെസ്റ്റിഗേഷൻ, ഡോക്ടർ ഡയഗ്നോസ്ഡ് ആസ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ്, ഇങ്ങനെ എഴുതുക. അതാണ് ഫസ്റ്റത്തെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അത് ഇനി ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എഴുതുന്ന ഐഡന്റിഫിക്കേഷൻ ഡേറ്റ്, അത് നമ്മൾ താഴോട്ട് അങ്ങ് എഴുതി പോകണം. ഐഡന്റിഫിക്കേഷൻ ഡേറ്റിൽ ആദ്യം നമ്മൾ എഴുതേണ്ട നെയിം ഓഫ് ദി പേഷ്യൻറ്റ്, ഏജ്, സെക്സ്, പിന്നെ അഡ്രസ്സ്, മരിറ്റൽ സ്റ്റാറ്റസ്, പിന്നെ എഡ്യൂക്കേഷൻ എത്ര വരെ പഠിച്ചു എന്ന് എഴുതണം, പിന്നെ ഓക്യുപ്പേഷൻ, പിന്നെ റിലീജിയൻ, ഡേറ്റ് ഓഫ് അഡ്മിഷൻ, എന്നാണ് പേഷ്യൻ്റ് അഡ്മിറ്റ് ആയെന്ന് എഴുതണം. അത് കഴിഞ്ഞിട്ട് ചീഫ് കംപ്ലയിൻറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ മുകളിൽ ഇൻട്രൊഡക്ഷനിൽ എഴുതി ചീഫ് കംപ്ലയിൻറ്റ്സ് തന്നെ താഴോട്ട് എഴുതുക. സിൻസ് എത്രയാണെന്ന് എഴുതണം. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഡയഗ്നോസ് ചെയ്ത് എന്താണ്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ COPD എങ്കിൽ COPD, ഇപ്പം ഏതെങ്കിലും എന്താ കാർഡിയാക് ഡിസീസ് ആണെങ്കിൽ അങ്ങനെ എന്താണ് ഡോക്ടർ ഡയഗ്നോസ് ചെയ്തത് അതങ്ങ് എഴുതുക. അത് കഴിഞ്ഞിട്ട് എഴുതേണ്ട ഡേറ്റ് ഓഫ് കെയർ സ്റ്റാർട്ടഡ്, എന്നാണ് നമ്മൾ പേഷ്യൻ്റെ അടുത്ത് പോയി കെയർ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഡേറ്റ് ഓഫ് കെയർ എൻഡഡ്, എന്നാണ് നമ്മുടെ കെയർ എൻഡ് ആയത്. ഇപ്പം കെയർ പ്ലാൻ ഒക്കെ ആകുമ്പോൾ നമ്മളെ കെയറിങ് 3 days ഒക്കെ ആയിരിക്കും. ഇപ്പം കേസ് സ്റ്റഡി ആകുമ്പോൾ 5 days ഒക്കെ ആയിരിക്കും. അപ്പം എന്ന് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ കെയർ തൊട്ട് എൻഡായ കെയർ, എൻഡായത് എന്നാണ് കെയർ, അതും എഴുതണം. അപ്പം ഐഡന്റിഫിക്കേഷൻ ഡേറ്റയിൽ നമ്മൾ എഴുതേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്: നെയിം ഓഫ് ദി പേഷ്യൻറ്റ്, ഏജ്, സെക്സ്, അഡ്രസ്സ്, മരിറ്റൽ സ്റ്റാറ്റസ്, എഡ്യൂക്കേഷൻ, ഓക്യുപ്പേഷൻ, റിലീജിയൻ, ഡേറ്റ് ഓഫ് അഡ്മിഷൻ, ചീഫ് കംപ്ലയിൻറ്റ്സ്, ഡയഗ്നോസിസ്, ഡേറ്റ് ഓഫ് കെയർ സ്റ്റാർട്ടഡ്, ഡേറ്റ് ഓഫ് കെയർ എൻഡഡ്. ഇനിയിപ്പം പേഷ്യൻ്റ് സർജറിക്കാണ് വന്നെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യേണ്ടത്, ഇപ്പോൾ സർജറി പേഷ്യൻ്റ് ഒക്കെ ആണെങ്കിൽ നെയിം ഓഫ് ദ സർജറി, പിന്നെ ഡേറ്റ് ഓഫ് ദ സർജറി, ടൈപ്പ് ഓഫ് അനസ്തീഷ്യ, ഇത്രയും വേണം ആഡ് ചെയ്യാൻ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ ഡേറ്റയിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് എഴുതേണ്ട ഹെഡിങ് എന്ന് പറയുമ്പോൾ പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററി. പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുമ്പം ഇപ്പം പേഷ്യൻ്റ് അഡ്മിറ്റ് ആയത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണല്ലോ. അപ്പം നമ്മൾ എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം പേഷ്യൻ്റെ പേര് ഇങ്ങനെ സെൻറ്റൻസിൽ എഴുതണം. ഇപ്പം മിസ്സസ് സ്നേഹ ഹാസ് ദ പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററി ഓഫ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ COPD ആണെങ്കിൽ ആ പ്രസന്റ് ചീഫ് കംപ്ലയിൻറ്റ്സ് എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ എഴുതണം. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ എന്താ വീസിങ്, ചെസ്റ്റ് പെയിന്, കഫ്, കോൾഡ് അതൊക്കെ എഴുതി. സിൻസ് ഇപ്പം 1 week 2 week എന്നൊക്കെ എഴുതി. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഡീറ്റെയിൽ ഹിസ്റ്ററി കളക്ഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻ, പിന്നെ ലാബ് ഇൻവെസ്റ്റിഗേഷൻ, ഡോക്ടർ ഡയഗ്നോസ് COPD, അങ്ങനെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ എഴുതിയത് എന്താണോ അതേപോലെ അങ്ങ് താഴെ എഴുതിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതേണ്ടത് പിന്നെ പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ നമ്മൾ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണം. ഇതെല്ലാം ഡയഗ്നോസ്ഡ് ആസ് COPD എന്ന് എഴുതി കഴിഞ്ഞിട്ട് നൗ ഷീ ഈസ് ടേക്കിംഗ് മെഡിക്കേഷൻ സച്ചസ്, ഇപ്പം എന്തൊക്കെ മെഡിക്കേഷൻ ആണോ എടുക്കുന്നത് ആ മെഡിക്കേഷനും കൂടെ താഴോട്ട് എഴുതി ചേർക്കണം. അത് കഴിഞ്ഞിട്ട് എഴുതേണ്ടത് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയാണ്. പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ വരുന്നത് എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ചില പേഷ്യൻസ്, പ്രായമായ പേഷ്യൻസിലൊക്കെ എന്താ ഡയബറ്റിസ് മെലിറ്റസ്, ഹൈപ്പർ ടെൻഷൻ ഒക്കെ കാണും. അപ്പം അതുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം എന്താ DMO ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കണം. എന്നിട്ട് അഥവാ ഉണ്ടെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിസ്സസ് സ്നേഹ ഈസ് എ നോൺ കേസ് ഓഫ് ഡയബറ്റിസ് മെലിറ്റസ്
സിൻസ് എത്ര വർഷമായിട്ടുണ്ടോ അത് എഴുതണം. സിൻസ് എത്ര വർഷം, ഇപ്പൊ 5 years. ആൻഡ് ടേക്കിംഗ് മെഡിക്കേഷൻ, ഏത് മരുന്നാണ് എടുക്കുന്നതെന്ന് അത് എഴുതണം. അതിന്റെ ഡോസും എഴുതണം. ടേക്കിംഗ് മെറ്റ്ഫോമിൻ 500 mg എന്ന് എഴുതിയിട്ട് അതിട്ട് എവിടെ നിന്നാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തേക്കുന്നത്, എവിടെ നിന്നാണ് ട്രീറ്റ്മെന്റ് എടുത്തതെന്ന് വെച്ചാൽ ദ ട്രീറ്റ്മെന്റ് വാസ് ഡൺ അറ്റ് ഏത് ഹോസ്പിറ്റലാണോ ആ ഹോസ്പിറ്റലിന്റെ പേരും കൂടെ ആഡ് ചെയ്യണം. അടുത്ത് നമ്മൾ എഴുതേണ്ട പ്രസന്റ് സർജിക്കൽ ഹിസ്റ്ററി ആണ്. പ്രസന്റ് സർജിക്കൽ ഹിസ്റ്ററിയിൽ നമ്മളിപ്പോൾ പേഷ്യന്റ് സർജറി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിസ്സസ് സ്നേഹ ഹാസ് അണ്ടർഗോൺ, ഇപ്പം ഏത് സർജറി ആണോ അത് എഴുതുക. ഇപ്പം ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററക്ടമി ഓൺ ഏത് ഡേറ്റ് ആണ് സർജറി ചെയ്തത്, ഓൺ ഇന്ന ഡേറ്റ് എന്ന് എഴുതിയിട്ട് ദി സർജറി വാസ് പെർഫോംഡ് ബൈ ഏത് ഡോക്ടറാണ്, സർജറി വാസ് പെർഫോംഡ് ബൈ ഡോക്ടർ സുജാത ആൻഡ് ടേക്കൺ ഏത് അനസ്തീഷ്യ ആണോ എടുത്തത് ആ അനസ്തേഷ്യയുടെ പേരും കൂടെ എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സർജറി ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഷീ ഡസ് നോട്ട് ഹാവ് എനി റിലവൻറ്റ് സർജിക്കൽ ഹിസ്റ്ററി. അടുത്തത് പാസ്റ്റ് സർജിക്കൽ ഹിസ്റ്ററി ആണ്. പാസ്റ്റ് സർജിക്കൽ ഹിസ്റ്ററിയിൽ നമ്മൾ പേഷ്യൻ്റ് മുമ്പ് ഒരു സർജറി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഷീ ഡസ് നോട്ട് ഹാവ് എനി ഹിസ്റ്ററി ഓഫ് പാസ്റ്റ് സർജിക്കൽ ഹിസ്റ്ററി എന്ന് എഴുതണം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പേഷ്യൻ്റ് എന്തെങ്കിലും സർജറി മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടത് ഷീ അണ്ടർഗോൺ ഹിസ്റ്ററക്ടമി ബിഫോർ ഏത് വർഷം, എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ഹിസ്റ്ററക്ടമി ചെയ്തിട്ടുണ്ടെന്ന് എഴുതണം. ബിഫോർ 2 years ആൻഡ് ദ സർജറി വാസ് ഡൺ അറ്റ് ഏത് ഹോസ്പിറ്റലാണെന്ന് എഴുതാം. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഫാമിലി ഹിസ്റ്ററി. ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മളൊരു കോളം വരയ്ക്കണം. ഒരു 9 കോളം വരച്ചിട്ട് അതിലാദ്യം നമ്മൾ എഴുതേണ്ട സീരിയൽ നമ്പർ, അത് കഴിഞ്ഞിട്ട് നെയിം ഓഫ് ഫാമിലി മെമ്പർ, കഴിഞ്ഞിട്ട് ഏജ്, സെക്സ്, റിലേഷൻ, എഡ്യൂക്കേഷൻ, ഒക്യുപ്പേഷൻ, കണ്ടീഷൻ, ഇത്രയും കോളമാണ് വരയ്ക്കേണ്ടത്. അതിൽ ആദ്യം നമ്മൾ നെയിം ഓഫ് ഫാമിലി മെമ്പേഴ്സിൽ ആദ്യം നമ്മൾ പേഷ്യൻ്റെ പേരാണ് എഴുതേണ്ടത്. പേഷ്യൻ്റെ പേര് എഴുതിയിട്ട് പേഷ്യൻ്റെ ഏജും സെക്സും റിലേഷൻ്റെ അവിടെ പേഷ്യൻ്റിന് എഴുതണം. അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ, ഒക്യുപ്പേഷൻ, കണ്ടീഷൻ്റെ അവിടെ നമ്മൾ ഈ പേഷ്യൻ്റ് എന്താണ് അഡ്മിറ്റ് ആയത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ COPD ആണെങ്കിൽ COPD എന്ന് എഴുതണം. ആയിട്ട് അതിൻ്റെ അണ്ടറിൽ വരുന്നത് പേഷ്യൻ്റ് മാരീഡ് ആണെങ്കിൽ പേഷ്യൻ്റെ വൈഫ് ഓർ ഹസ്ബൻഡ് ആരാന്ന് വെച്ചാൽ അവരുടെ ഡീറ്റെയിൽസ് എഴുതുക. കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് എഴുതുക. പിന്നെ അവിടെ കണ്ടീഷൻ ആണെങ്കിൽ ആ കണ്ടീഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടീഷൻസും എഴുതുക. അതാണ് ഫാമിലി ഹിസ്റ്ററിയിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഫാമിലി മെഡിക്കൽ ഹിസ്റ്ററിയാണ്. ഫാമിലി മെഡിക്കൽ ഹിസ്റ്ററിയിൽ വരുന്നത് അവർക്ക് അവരുടെ വീട്ടിൽ ആർക്കെങ്കിലും വല്ല DMO, ഹൈപ്പർ ടെൻഷനോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസോ ക്യാൻസറോ ട്യൂമറോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അത് നമ്മൾ എഴുതണം. അപ്പം ആർക്കും ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ദേ ഡസ് നോട്ട് ഹാവ് എനി ഹിസ്റ്ററി ഓഫ് എനി കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആൻഡ് ഹെറിഡിറ്ററി ഡിസീസ്, അതായത് DMO, ഹൈപ്പർ ടെൻഷനോ or they does not have any history of tumor or cancer. ഇങ്ങനെ വേണം ഫാമിലി മെഡിക്കൽ ഹിസ്റ്ററി എഴുതാൻ. അത് കഴിഞ്ഞ് നമ്മൾ എഴുതേണ്ടത് പേഴ്സണൽ ഹിസ്റ്ററി ആണ്. അതായത് പേഷ്യൻ്റെ ലൈഫ് സ്റ്റൈലിനെയൊക്കെ പറ്റി എഴുതുന്നതാണ് പേഴ്സണൽ ഹിസ്റ്ററി. അല്ല ആദ്യം നമ്മൾ എഴുതേണ്ടത് പേഷ്യൻ്റെ ബോഡി ബിൽഡ് എങ്ങനെയാണ്. ഇപ്പം ചിലവരൊക്കെ ഭയങ്കര ഒബീസ് ഒക്കെ ആയിരിക്കും, ചിലവർക്ക് തിന്നായിരിക്കും, ചിലവർ ബോഡി എന്ന് പറയുമ്പോൾ ഒരു മോഡറേറ്റിൽ ബോഡി ആയിരിക്കും. അപ്പം നമ്മൾ ആദ്യം ഹി ഓർ ഷീ ആരാന്ന് വെച്ച് എഴുതിയിട്ട് ഷീ ഈസ് എ മോഡറേറ്റ്ലി ബോഡി ബിൽഡ് പേഴ്സൺ. പിന്നെ എഴുതേണ്ടത് ഷീ ഈസ് എ നോൺ വെജിറ്റേറിയൻ. ഇപ്പം വെജിറ്റേറിയൻ ആണെങ്കിൽ അങ്ങനെ എഴുതുക, ഷീ ഈസ് എ വെജിറ്റേറിയൻ. ആൻഡ് ഷീ ടേക്സ് മീൽസ് ത്രൈസ് എ ഡേ, എത്ര നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് എഴുതണം. അത് കഴിഞ്ഞിട്ട് ഷീ ഡസ് നോട്ട് ഹാവ് എനി ഫുഡ് അലർജി. ഇപ്പോൾ ഫുഡ് അലർജി ഉണ്ടെങ്കിൽ ഷീ ഹാവ് ദ ഫുഡ് അലർജി ഓഫ് ദ സീ ഫുഡ്. ചിലർക്ക് സീ ഫുഡിനൊക്കെ ഫുഡ് അലർജി കാണും. അത് കഴിഞ്ഞിട്ട് ചിലർക്ക് ഹൈപ്പർ ടെൻഷനൊക്കെ ഉള്ളവർ സോൾട്ട് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ എഴുതേണ്ടത് ഷീ ഫോളോസ് എ സോൾട്ട് റെസ്ട്രിക്റ്റഡ് ഡയറ്റ്, അല്ലെങ്കിൽ ഷുഗർ ആണെങ്കിൽ ഷുഗർ റെസ്ട്രിക്റ്റഡ് ഡയറ്റ് എന്ന് എഴുതണം. അത് കഴിഞ്ഞിട്ട് ഹി ഹാഡ് നോർമൽ ബൗലർ ബ്ലാഡർ എലിമിനേഷൻ. ഇപ്പം യൂറിനൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അതിനെ ഒന്ന് മെൻഷൻ ചെയ്യുക. ഷീ ഹാവ് ഇംപ്രോപ്പർ ബ്ലാഡർ എലിമിനേഷൻ എന്നോ അങ്ങനെ വല്ലതും എഴുതാം. അത് കഴിഞ്ഞിട്ട് ഷീ ഹാസ് നോർമൽ സ്ലീപ്പിംഗ് പാറ്റേൺ. ഇപ്പോൾ ഉറക്കമില്ലായ്മ ഉണ്ടെങ്കിൽ ഷീ ഹാസ് ഡിസ്റ്റർബ്ഡ് സ്ലീപ്പിംഗ് പാറ്റേൺ എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ എത്ര മണിക്കൂറാണ് ഉറങ്ങുന്നതെന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് എഴുതേണ്ടത് ഷീ ഡസ് നോട്ട് ഹാവ് എനി ബാഡ് ഹാബിറ്റ്സ് ലൈക്ക് സ്മോക്കിംഗ്, ഡ്രിങ്കിങ് എന്ന് എഴുതുക. ഇപ്പം ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ, ഡ്രിങ്കിങ് എന്തെങ്കിലും ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ ഷീ ഹാസ് ദ ബാഡ് ഹാബിറ്റ്സ് ലൈക്ക് ഡ്രിങ്കിങ് സിൻസ് എത്രയാണെന്ന് എഴുതണം.
ഇത്ര വർഷമായിട്ട് ഡ്രിങ്ക് ചെയ്യുന്നുണ്ടെന്ന് എഴുതണം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ എഴുതേണ്ടത് ഹെർ ഹോബീസ് ആർ. വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് അവരുടെ ഹോബീസ്, വെറുതെ ഇരിക്കുമ്പോൾ എന്താണ് ചെയ്യാൻ ഇഷ്ടമെന്ന് ചോദിച്ചിട്ട് അതെന്താണെന്ന് എഴുതണം. ഹെർ ഹോബീസ് ആർ എന്താ വാച്ചിങ് TV, ഗാർഡനിങ്, അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അത് എഴുതണം. ഇതാണ് പേഴ്സണൽ ഹിസ്റ്ററിയിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് എഴുതേണ്ടത് മെൻസ്ട്രൽ ഹിസ്റ്ററി. മെൻസ്ട്രൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇപ്പം ഫീമെയിൽസിന് മെൻസ്ട്രൽ ഹിസ്റ്ററി എഴുതേണ്ടത് ഷീ ഹാസ് അറ്റൈൻഡ് ഹെർ മെനാർക്കി അറ്റ് ദ ഏജ് ഓഫ്, ഏത് ഏജിലാണ് പീരിയഡ് സ്റ്റാർട്ട് ആയെന്ന് എഴുതണം. പിന്നെ സൈക്കിൾ കണ്ടിന്യൂ പോവുകയാണെങ്കിൽ ഇറ്റ്സ് സ്റ്റിൽ കണ്ടിന്യൂ, ഹെർ സൈക്കിൾ സ്റ്റിൽ കണ്ടിന്യൂങ് എഴുതണം. അല്ലെങ്കിൽ മെനോപോസ് എത്തിയെങ്കിൽ ഏത് ഏജിലാണ് മെനോപോസ് ആയെന്ന് എഴുതണം. അടുത്ത വരുന്നത് സോഷ്യോ എക്കണോമിക് ഹിസ്റ്ററിയാണ്. ഇപ്പം ഗ്രഹനാഥൻ ആരാണോ അവരെ ആദ്യം മെൻഷൻ ചെയ്യുക. അതായത് ഇപ്പം പേഷ്യൻ്റ് തന്നെയാ ഗ്രഹനാഥൻ എങ്കിൽ ഹീസ് ദ ബ്രെഡ് വിന്നർ ഓഫ് ദ ഫാമിലി, അല്ലെങ്കിൽ ഹിസ് വൈഫാണെങ്കിൽ വൈഫ് ഈസ് ദ ബ്രെഡ് വിന്നർ ഓഫ് ദ ഫാമിലി എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് അവരുടെ മന്ത്ലി ഇൻകം എഴുതുക. ഹെർ മന്ത്ലി ഇൻകം ഈസ് എത്രയാണോ അത് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഹി ഓർ ഷീ ലീവ്സ് ഇൻ ഹെർ ഓൺ ഹൗസ്, അല്ലെങ്കിൽ ഹിസ് ഓൺ ഹൗസ്, സ്വന്തമായിട്ടാണ് അവർ താമസിക്കുന്നത് അങ്ങനെ എഴുതുക. അല്ലെങ്കിൽ റെൻറ്റഡ് ആണെങ്കിൽ ഷീ ലീവ്സ് ഇൻ എ റെൻറ്റഡ് ഹൗസ് വിത്ത് ദ ഓൾ ഫെസിലിറ്റീസ്. അത് കഴിഞ്ഞിട്ട് എഴുതേണ്ടത് വിത്ത് ദ ഓൾ ഫെസിലിറ്റീസ് ഓഫ് വാട്ടർ സപ്ലൈ ആൻഡ് ഇലക്ട്രിക് ഫെസിലിറ്റീസ്, എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എഴുതണം. അത് കഴിഞ്ഞിട്ട് എഴുതേണ്ടത് അവരുടെ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ് ഏതാണെന്ന് എഴുതണം. ചിലർക്ക് ബേണിംഗ് ഒക്കെ ആയിരിക്കാം. ആ മെത്തേഡും കൂടി എഴുതിയിട്ട് നമ്മൾ ഈ സോഷ്യോ എക്കണോമിക് ഹിസ്റ്ററി അങ്ങ് കംപ്ലീറ്റ് ആവും. ഇതാണ് നമ്മളെ ഹിസ്റ്ററി കളക്ഷനിൽ വരുന്ന കാര്യങ്ങൾ, ഹെഡിങ്സ് എന്ന് പറയുമ്പോൾ. ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതുക, മിസ്സസ് സ്നേഹ എന്ന് പറഞ്ഞിട്ട് അങ്ങ് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഐഡൻറ്റിഫിക്കേഷൻ ഡേറ്റ എഴുതുക. അത് കഴിഞ്ഞിട്ട് പ്രസൻറ്റ് മെഡിക്കൽ ഹിസ്റ്ററി എഴുതുക. അത് കഴിഞ്ഞിട്ട് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, ദെൻ പ്രസൻറ്റ് സർജിക്കൽ ഹിസ്റ്ററി, then past surgical history, then family history, family medical history, personal history, then menstrual history, then socio-economic history. ഇത്രയാണ് നമ്മുടെ ഹിസ്റ്ററി കളക്ഷനിൽ വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് സെമിസ്റ്ററിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അയച്ചു കൊടുത്താൽ അവർക്ക് ഉപയോഗപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.